ഞാൻ മുഖ്യമന്ത്രി വീട്ടിലിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. എന്താ കാര്യം? മുഖ്യമന്ത്രി പുറത്തിറങ്ങിയാൽ ഈ നാട്ടിൽ ആർക്കും റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. അപ്പൊ അങ്ങ് പറഞ്ഞു ഞാൻ പഴയ വിജയനാണെങ്കിൽ ഞാനതിന് മറുപടി പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് പഴയ വിജയനെയും പേടിയില്ല, പുതിയ വിജയനെയും പേടിയില്ല. നിങ്ങളെയൊന്നും ഭയന്നല്ല ഞങ്ങൾ കഴിയുന്നത്. ഇവിടെ അങ്ങ് പറയാൻ ഒരു മുഖ്യമന്ത്രി വന്ന് ഇന്ധന സെസ് കൂട്ടിയതിനും നികുതിയും കേന്ദ്ര ഗവൺമെന്റ് കൂട്ടിയപ്പോൾ UDF സമരം ചെയ്തു. സാറേ, UDFും സമരം ചെയ്തു, കോൺഗ്രസും സമരം ചെയ്തു, എല്ലാ ഘടകകക്ഷികളും സമരം ചെയ്തു. അങ്ങേക്ക് വാർത്തകൾ കൊണ്ടുവരുന്നവര് ഇതെല്ലാം മാറ്റിവെച്ചിട്ടായിരിക്കും രാവിലെ വാർത്ത വായിക്കാൻ കൊണ്ടുവരുന്നത്. ഇതെല്ലാം മൂടി വെച്ചിട്ടാണ്. എത്ര വാർത്തകൾ! ഈ കോവിഡ് കാലത്ത് 5 പേര് അകലം പാലിച്ച് നിൽക്കണം. അകലം പാലിച്ച് നിന്ന് ഞങ്ങൾ ആ കാലഘട്ടത്തിൽ സമരം ചെയ്തിട്ടുണ്ട്. സാർ, ആ കേന്ദ്രത്തിനെതിരായി സമരം ചെയ്ത ഞങ്ങൾക്കെതിരായിട്ട് 100 കണക്കിന് കേസുകളാണ് നിങ്ങളുടെ സർക്കാർ, നിങ്ങളുടെ പോലീസ് എടുത്തത്. കേന്ദ്രത്തിനെതിരായി സമരം ചെയ്തത് അകലം പാലിച്ച് 5 പേർ നിന്ന സ്ഥലത്ത് സാർ ഞാൻ പോയി സമരം ചെയ്തു. 5 പേര് നിന്ന്, കാരണം കോവിഡ് മാനദണ്ഡങ്ങളുമായി എനിക്കടക്കമുള്ള ആളുകൾക്കെതിരായി കേസെടുത്തു, കേന്ദ്രത്തിനെതിരായി സമരം ചെയ്തിട്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് മുഖ്യമന്ത്രി പറയുകയാണ് നിങ്ങൾ കേന്ദ്രത്തിനെതിരായി സമരം ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം, യൂത്ത് കോൺഗ്രസുകാർ ഒരാൾ, 2 ആൾ, 3 ആൾ, എന്നാ പിന്നെ എന്തിനാണ് പേടിച്ച് രാവിലെ ഉറങ്ങിക്കിടക്കുന്ന യൂത്ത് കോൺഗ്രസുകാരനെ കരുതൽ തടങ്കലിൽ അറസ്റ്റ് ചെയ്ത്? ഈ സംസ്ഥാനത്ത് 100 കണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നിങ്ങൾ കരുതൽ തടങ്കലിൽ അറസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ, കളിയാക്കി പറഞ്ഞല്ലോ, പരിഹസിച്ച് പറഞ്ഞല്ലോ, ഒറ്റയ്ക്ക് സമരം ചെയ്യാൻ വരുന്നു, 2 പേര് സമരം ചെയ്യാൻ വരുന്നു. എന്തിനാണ് ഈ ഒരാളെയും 2 ആളെയും പേടിച്ച് 42 സുരക്ഷാ വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി യാത്ര ചെയ്യുന്നത്? എന്തിനാണ് അങ്ങൊരു ജില്ലയിൽ പോകുമ്പോൾ ആ ജില്ലയിലെ ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനിൽ നിന്നും 100 കണക്കിന് 1000-ഓളം പോലീസുകാരെ റോട്ടിൽ അണിനിരത്തി, ക്രമസമാധാനം ഇല്ല, അന്ന് കേസന്വേഷണം ഇല്ല, മുഴുവൻ പോലീസിനെയും റോട്ടിൽ മുട്ടിൽ നിർത്തി ഈ ഒരു കരിങ്കുടി കാണിക്കാൻ വരുന്നവനെ ഭയന്ന് അങ്ങ് എന്തിനാണ് 100 കണക്കിന് പോലീസുകാരുടെ ഇടയിൽ പോയി ഒളിച്ചത്? പരിഹസിക്കുമ്പോൾ ആലോചിക്കണം. സാർ, നിങ്ങളുടെ ഈ കരുതൽ തടങ്കൽ എന്നാണ് സാർ കേരളത്തിലുണ്ടായത്? അങ്ങ് AKGയുടെ ആത്മകഥ വായിക്കണം. AKGയുടെ ആത്മകഥയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കരുതൽ തടങ്കലിനെതിരായിട്ട്. സാർ, ഈ കരുതൽ തടങ്കൽ AKG വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു കേസുണ്ട്. സാർ, ആ കേസിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യാൻ പാടില്ല. പിന്നീട് മനേകാ ഗാന്ധിയുടെ കേസ് വന്നു. സാർ, ഇപ്പോൾ സെക്ഷൻ 51 അനുസരിച്ചിട്ടാണ്, CRPCയുടെ സെക്ഷൻ 151 അനുസരിച്ചിട്ടാണ് കേസെടുക്കുന്നത്. സാർ, എന്താണ് സാർ? എ പോലീസ് ഓഫീസർ knowing of a design to commit any cognizable offence may arrest without orders from a magistrate and without a warrant the person so designing if it appears to such officer that the commission of the offence cannot be otherwise prevented. അതായത് സാർ, എ പോലീസ് ഓഫീസർ knowing of a design to commit any cognizable offence. സാർ, വഴിയിൽ നിന്ന് ഒരാൾ, അങ്ങ് പറഞ്ഞ മാതിരി 1 ആൾ 2 ആൾ ഈ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധം എന്ന് പറയുന്നതാണോ കോഗ്നൈസബിൾ ഓഫൻസ്? എന്ത് അധികാരമാണ് നിങ്ങൾക്ക്? രാവിലെ വീട്ടിൽ 4 മണിക്ക് കിടന്നുറങ്ങിയവനെ കരുതൽ തടങ്കൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ സെക്ഷൻ 151 അറസ്റ്റ് ചെയ്യാൻ. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല. നിങ്ങൾക്ക് കരുതൽ തടങ്കലിൽ ഭരണഘടനാ വിരുദ്ധമായി, നിയമവിരുദ്ധമായി വീട്ടിൽ കിടക്കുന്നവനെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല. സർക്കാരിന്, പോലീസിന് അപരിമേയങ്ങളായ അധികാരങ്ങളില്ല. ഭരണഘടനയുടെ അകത്ത് നിന്നുകൊണ്ടാണ് സർക്കാർ പ്രവർത്തിക്കേണ്ടത്. നിങ്ങൾ ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. നിങ്ങൾ ആളില്ലെങ്കിൽ എന്തിനാണ് യൂത്ത് കോൺഗ്രസ് സമരത്തിന്? ആളില്ലെങ്കിൽ എന്തിനാണ് പെരുമ്പാവൂരിലെ രായമംഗലത്ത് യൂത്ത് കോൺഗ്രസ് യോഗം നടത്തി അനുസ്മരണ സമ്മേളനം നടത്തുന്ന സ്ഥലം പോലീസ് വളഞ്ഞ് ആളെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയത്?